ശാസ്താവ് സ്വപ്നത്തിൽ വന്നുവെന്നും ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് കമ്പം ധാന്യം അത് കൊടുത്തുവെന്നും അങ്ങനെ അതിൽ സന്തുഷ്ടനായെന്നും പിന്നെ ഞാൻ അടിമയെ അവിടെ നിന്നോളാമെന്നൊക്കെ പറഞ്ഞ കഥകളുണ്ട്. ഹരിവരാസനം ഒറിജിനൽ തമിഴിലാണ് എഴുതിയത്. പക്ഷേ സംസ്കൃതത്തിലാണെന്നൊരു വായ്മൊഴിയുണ്ട്. ഹരിവരാസനം വിശ്വമോഹനം. 30 വയസ്സുള്ള ഗർഭിണിയായ ജാനകിയമ്മ ഇത് എഴുതി എന്നാണ് അവരുടെ കുടുംബത്തിൻ്റെ അവകാശവാദം. സംബന്ധം കൂടിയ വകയിലുള്ള മകളാണ് ആര്? ഈ ജാനകിയമ്മ. അവരുടെ പിന്മുറക്കാരാണ് നമ്മുടെ ഇപ്പം കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പത്മകുമാറും. അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ജാനകിയമ്മയുടെ കാര്യം പറയുന്നത് പൂജാരിയായിരുന്നു എന്ന് പറയണത്. എവിടെ? എൻ്റെ അപ്പൂപ്പൻ പൂജാരിയായിരുന്നു. അല്ല, അപ്പൂപ്പൻ പൂജാരി അല്ല. ചരിത്രത്തെ വല്ലാതെ വളച്ചാലും ഒടിയൂല. 1950 തീ പിടിച്ചതിന് ശേഷമാണ് അവിടെ ഈ പാട്ട് പാടിയതെന്നും വേറൊരു പുസ്തകത്തിലും പറയും. മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതാണല്ലോ ഹിന്ദു മതത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ശബരിമല ക്ഷേത്രം ആരുടേതാണ്? നമ്മൾ അവിടെ നിന്നാണല്ലോ തുടങ്ങിയത്. ശബരിമല ക്ഷേത്രം എല്ലാവരുടേതുമാണ്. അടുത്തൊരു പോയിന്റ്. എന്നാൽ ഇപ്പോൾ അത് അന്വേഷിക്കാവോ? അന്വേഷിച്ചുകൂടാ.